ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലെ നമ്മൾ ഒരു ടോപ്പ് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. സ്ലിറ്റ് ടോപ്പ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളത്. നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം അത് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഏതായാലും ഫുള്ള് ഗ്ലാസ് ആയിട്ടാണ് ഇടുന്നത്. നമ്മൾ ഇനി സ്റ്റിച്ചിങ്ങിൻ്റെ വേറെ ഡൗട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്യുന്നത് ഫുള്ളായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ടൊക്കെ വരുമെന്ന് എനിക്ക് തോന്നി. അതാണ് ഫുള്ളായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. സ്റ്റിച്ചിങ് കഴുത്തായാലും സ്ലിറ്റായാലും ഷേപ്പിങ്ങും എല്ലാതും നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ തുണിയുടെ മേലെ നല്ല പുറത്ത് നമ്മൾ ലൈനിങ് ഇടുക. അതിനുശേഷം ഇങ്ങനെ മറച്ച് വെച്ചടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മോളിൽ കാണുന്ന ഭാഗം പൊട്ടപ്പറാണ് കേട്ടോ, നല്ല പറാണ് ഉള്ളിലുള്ളത്. അതിന് ശേഷം ലൈനിങ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ലൈനിങ് ഇട്ടിട്ടാണ് ഈ ടോപ്പ് അടിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ കഴുത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ടോപ്പിൻ്റെ നമ്മൾ കഴുത്താണ് എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ലൈനിങ് ഇടാത്ത ടോപ്പായതുകൊണ്ട് കഴുത്ത് എങ്ങനെയാണ് മടക്കി അടിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ലൈനിങ് ഇട്ടാലും ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ നെക്കാണ് ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് നോക്കണം, നമ്മുടെ ലൈനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ തുണിയും കറക്റ്റ് അളവിലല്ലേ വെച്ചിരിക്കുന്നതെന്നും അതുപോലെ തന്നെ കയറി ഇറങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ എന്ന് നമ്മൾ എക്സ്ട്രാ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ഈ ഒരു സെൻറ്റർ ഭാഗം എത്തുമ്പോൾ ജസ്റ്റ് ഇതൊന്ന് പൊക്കി ചെയ്യണം, ഇങ്ങോട്ട് തിരിച്ചൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ. കഴുത്തിൻ്റെ ആ ഒരു വളവ് ഭാഗം വലിയ അത് നമ്മൾക്ക് കറക്റ്റ് ഒരൊറ്റ സ്റ്റിച്ചിങ്ങിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ കുത്തി നിർത്താം. അതിന് ശേഷം ഇങ്ങനെ പൊക്കിയിട്ട് ഇതുപോലെ ആ ഒരു തിരിച്ചിങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഓരോ കാര്യം പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്, ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവാം. പിന്നെ നമ്മൾ നേരത്തെ ആ ഒരു വളവ് ഭാഗമില്ലേ, ഈ ഒരു പോർഷൻ നമ്മൾ എത്തുമ്പോൾ വീണ്ടും ഇതുപോലെ ഒന്ന് പൊക്കിയിട്ട് നമ്മൾ റൗണ്ട് നെക്ക് ആയതുകൊണ്ട് തന്നെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ഇതിൻ്റെ കഴുത്ത് നമ്മൾ വീക്ക് കഴുത്താണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ബാക്ക് കഴുത്താണ് സ്റ്റിച്ച് ചെയ്ത് ആദ്യം തന്നെ എടുക്കുന്നത്. അതിന് ശേഷം വീനക്ക് സ്റ്റിച്ച് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കി കാര്യങ്ങൾ. കഴുത്തടിക്കാൻ കുറച്ച് പണിയുണ്ട്, കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ഒരു റൗണ്ട് സ്റ്റിച്ചിങ്ങിന് ശേഷം നമ്മൾ ഇത് നേരെ ഇങ്ങനെ ഉൾഭാഗം എടുക്കണം ഇതിൻ്റെ. അതായത് നല്ല പുറവും നമ്മുടെ ലൈനിങ്ങും വെച്ച് അടിച്ചിട്ടുള്ള ഭാഗമില്ലേ, ആ ഭാഗത്ത് നമ്മൾ ഇതുപോലെ തന്നെ ഒരു സ്റ്റിച്ചിങ്ങും കൂടെ കൊടുക്കണം. അതെന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കഴുത്ത് ലൈനിങ്ങൊന്നും ഇങ്ങനെ പൊന്തി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെയാണ്. ഈ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ നേരെ ഉൾവശം, അതായത് നല്ല പുറവും ലൈനിങ്ങും വരുന്ന ഭാഗം നമ്മൾ എടുക്കുക. ഇതിപ്പോൾ നമ്മൾ അടിച്ചിട്ടുള്ളത് പൊട്ടപ്പുറത്ത് വെച്ചിട്ടാണ്. അതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് നമ്മളെ കഴുത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് നമ്മൾ അടിച്ചതിൻ്റെ താഴെയായിട്ട് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അത് വേറെ ഒന്നിനല്ല, നമ്മളിങ്ങനെ മടക്കി അടിക്കുമ്പോൾ കറക്റ്റ് ആ റൗണ്ട് ഷേപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും വളഞ്ഞിങ്ങനെ നമുക്ക് സ്റ്റിച്ചിങ്ങിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണം, മൊത്തം ഇങ്ങനെ കട്ട് ചെയ്യരുത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ താഴെ നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ തിരിക്കുക. അതായത് നമ്മുടെ നല്ല പുറത്തോട്ട് വീണ്ടും എത്താട്ടോ. അതിന് ശേഷം നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതുപോലെ അതിൻ്റെ ഇങ്ങോട്ട് മറച്ചിട്ടത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ നല്ല ബറാണ് കേട്ടോ ഈ സൈഡ്, ലൈനിങ്ങുമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ലൈനിങ് ഇങ്ങനെ പൊന്തിയൊന്നും നിൽക്കാണ്ട് നല്ല കഴുത്തൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കാനാണ്. കറക്റ്റ് ആ സെൻറ്റർ ഭാഗത്ത് കൂടെ തന്നെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങാനൊന്നും പാടില്ല. നമ്മളായ സെൻറ്റർ ഭാഗം, അതായത് ലൈനിങ്ങും നമ്മുടെ ഈ മെറ്റീരിയലുള്ള സ്ഥലത്ത് കൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല തുണികളൊക്കെ എടുത്തടിക്കുന്നതിന് പകരം നമുക്ക് തന്നെ വീട്ടിൽ പഴയ തുണികളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ തന്നെ ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തൊക്കെ പഠിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമായിട്ട് തോന്നും നിങ്ങൾക്ക് നല്ല മെറ്റീരിയലൊക്കെ മേടിച്ച് തയ്ക്കാനായിട്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ തയ്ക്കാതിരിക്കരുത്, കാരണം അത്യാവശ്യം നമ്മൾ എല്ലാ വീഡിയോസിലും പാറ്റേൺ ഉണ്ടാക്കുന്നതും സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ മിക്കതും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം കേട്ടോ. ഇനിയും പേടിച്ചിരിക്കരുത്. നമ്മുടെ വീട്ടിൽ മെഷീൻ ഉണ്ടെന്ന് വെച്ചാൽ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് പഠിക്കാൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തൊക്കെ പഠിക്കുക കേട്ടോ. ആദ്യം തന്നെ നമ്മളൊരു പഴയ തുണിയിലൊക്കെ ഒന്ന് വെട്ടി, സാരിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ വെട്ടി ഒന്ന് സ്റ്റിച്ച് ചെയ്തൊക്കെ ഒന്ന് പഠിക്കാം.
അതിനുശേഷം നമുക്ക് പുറത്തേക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ നമുക്ക് തന്നെ തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ റൗണ്ട് ഷേപ്പ് വരുന്ന ഭാഗത്ത് നമ്മൾ ജസ്റ്റ് പൊക്കിയൊന്ന് തയ്ക്കണമെന്ന് പറയില്ല, അതുപോലെ ഒന്ന് പൊക്കി കൊടുത്ത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ വീണ്ടും ഇതിനെ മടക്കിയിട്ട് കഴുത്തിന് തന്നെ നമ്മളൊരു 3 സ്റ്റിച്ചിങ്ങെങ്കിലും വരുന്നുണ്ട്. ഒരെണ്ണം നമ്മൾ ലൈനിങ്ങും നമ്മുടെ തുണിയും കൂട്ടിയടിക്കുക, അതിനുശേഷം കൂട്ടിയടിച്ചതിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് കൂടെ ഇതുപോലെ അടിക്കുക. അതിനുശേഷം ലൈനിങ് മടക്കിയിട്ട് നമ്മൾ കഴുത്ത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ 3 സ്റ്റിച്ചിങ്ങാണ് നമ്മുടെ നെക്കിന് വരുന്നത്. അതാണ് നമ്മൾ ശ്രദ്ധിച്ച് അത്യാവശ്യം ചെയ്യേണ്ട കാര്യം കേട്ടോ. പിന്നെ ഇത് നമ്മൾ കാണിച്ചു തരാം, ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ നല്ല പുറം, അതായത് നമ്മുടെ നല്ല പുറമാണ് കേട്ടത്, അത് ഇങ്ങനെ മടക്കിയിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്തും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കഴുത്ത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് നല്ല പുറത്താണ് നമ്മൾ ഈ അടിക്കുന്നത് കേട്ടോ. അടിയിൽ ലൈനിങ് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയും കൂടെ അടിച്ച് കഴിഞ്ഞാലേ നമ്മുടെ നെക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ കൂടെ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്യാണ്. ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തയ്ക്കൽ അറിയാത്തവർക്ക് പല ഡൗട്ടുകൾ ഉണ്ടാവും. ഇത് കാണുമ്പോൾ നമ്മൾ ജസ്റ്റ് കാണിച്ച് പോയി കഴിഞ്ഞാൽ ഇത് ഏത് പുറമാണ്, ഏത് ഭാഗത്തിട്ടാണ് അടിക്കേണ്ടത് എന്നൊക്കെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. തയ്യലൊട്ടും അറിയാത്തവർക്ക് എന്തായാലും ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ തയ്യൽ അറിയുന്നവരുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗമൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് നമുക്കറിയാത്ത ഭാഗമൊക്കെ എന്ത് ചെയ്യുക, കണ്ട് തന്നെ പഠിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഒത്തിരി താഴത്തോട്ട് ഇങ്ങനെ ഇറങ്ങാണ്ട് തൊട്ട് താഴെ കൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നെക്കും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി നമ്മുടെ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യണം, അതുപോലെ തന്നെ കൈ, പിന്നെ ഷേപ്പിങ്, സ്ലിറ്റ്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഓരോ ഘട്ടങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്തത് നമ്മുടെ വീനെക്ക് ആയതുകൊണ്ട് തന്നെ കറക്റ്റ് സെൻറ്ററിലൊക്കെ ഒന്ന് ഇങ്ങനെ മടക്കിയടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ റൗണ്ട് നെക്കൊക്കെ ചെയ്യുക. പിന്നീട് വീനെക്കിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പഴയ തുണിയിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പുതിയ തുണിയിൽ വെട്ടി തയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഭാഗം കൂടെ ഒന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് തയ്ക്കാൻ അറിയുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ റണ്ണിങ് മെറ്റീരിയലൊക്കെ മേടിച്ച് നമുക്ക് പല മോഡലിൽ ടോപ്പുകൾ അടിക്കാം. നമുക്ക് മീറ്ററിനനുസരിച്ച് തുണികൾ എടുത്താൽ മാത്രം മതി. അത്യാവശ്യം നല്ല റേറ്റ് കുറവാണ് കേട്ടോ റണ്ണിങ് മെറ്റീരിയൽ. നമ്മൾ പുറത്ത് പോയി ഇപ്പോൾ ഒരു മെറ്റീരിയൽ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് വരും. ഇത് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു 150-200 രൂപയുടെ ബഡ്ജറ്റിൽ നമുക്ക് എന്തായാലും എല്ലാവർക്കും പറ്റുന്ന ടോപ്പിനുള്ള തുണി നമുക്ക് കിട്ടും. ഇതിപ്പോൾ നമ്മൾ ഒരു 1.5 മീറ്റർ അങ്ങാണ്ടാണ് എടുത്തിട്ടുള്ളത് ഈ തുണി. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് തയ്ക്കാനുള്ള തുണി നമുക്ക് കിട്ടും. പിന്നെ അത്യാവശ്യം തുന്നാനായി തുണികളൊക്കെ മടക്കിയിടുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ഇങ്ങനെ മടക്കിയിടാനും ഇതൊക്കെ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും തുണികളൊക്കെ കുറവൊക്കെ എടുക്കാൻ പറ്റും നമ്മളെ അളവിനനുസരിച്ച്. അപ്പം നമ്മൾ ഇത് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് നെക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. വീനെക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഒന്ന് കറക്റ്റ് ലെവലിൽ ഇങ്ങനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ലൈനിങ് ഇതും തമ്മിൽ കൂട്ടിയെടുക്കണം. നേരത്തെ മോഡൽ തന്നെയാണ്. പൊട്ടപ്പുറത്ത് ആദ്യം ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നു, അതിനുശേഷം വീണ്ടും മറച്ചിട്ട് ആ കറക്റ്റ് ആ ലെവലിൽ കൂടെ സ്റ്റിച്ച് ചെയ്യും. പിന്നെ എന്ത് ചെയ്യണം, കഴുത്ത് കറക്റ്റായിട്ട് ഫ്രണ്ട് ഭാഗത്ത് നല്ല പുറത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ ആ 3 ഘട്ടം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ വീനെക്ക് നമ്മൾ ആദ്യം തന്നെ സെൻറ്റർ തുടങ്ങണം. സെൻറ്റർ ഭാഗത്ത് നിന്ന് നമ്മൾ മേട്ട് ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. അതിനുശേഷം പകുതി ഭാഗം അടുത്തതായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യും. നമ്മൾ കൈയൊക്കെ സ്റ്റിച്ച് ചെയ്യില്ല, എങ്ങനെയാണ് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് തുടങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ സെൻറ്ററിൽ നിന്ന് തന്നെ അപ്പുറത്തെ സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീനെക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ തുണികൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈനിങ്ങും ഇതും കറക്റ്റല്ലേ വെക്കുന്നത് നോക്കണം, ഇല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുകൾ വരും. അപ്പോൾ നമ്മളിതൊക്കെ നമ്മൾ സ്റ്റിച്ചിങ് ചെയ്ത് തന്നെ പഠിക്കും. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും എല്ലാതും അറിഞ്ഞിട്ടല്ലോ പഠിക്കുന്നത്. എല്ലാവരും ഇതുപോലെ നമ്മൾ തയ്ച്ചങ്ങോട്ട് പഠിക്കും. അപ്പോൾ തയ്യൽ അറിയാത്തവർ എത്രയോ പേര് തയ്ക്കുന്നുണ്ട്. അവർക്കൊക്കെ എന്താ ഇത് കണ്ടും അതുപോലെ തന്നെ നമ്മൾ ഈ ടോപ്പൊക്കെ കാണുമ്പോൾ നമ്മളിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഇങ്ങനെ നോക്കും. എടുത്ത് നോക്കിയതിനൊക്കെ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റിച്ചിങ്ങൊക്കെ പഠിക്കുന്നത് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്. അപ്പോൾ വീട്ടിൽ മെഷീൻ ഉണ്ടെന്ന് വെച്ചാൽ നമുക്കിതുപോലെ സ്റ്റിച്ചൊക്കെ ചെയ്ത് പഠിക്കാം. കുറേശ്ശെ പഠിച്ച് നമ്മൾ എന്ത് ചെയ്യും, പെർഫെക്റ്റ് ആയിട്ട് തന്നെ തുന്നാനായിട്ട് നമ്മൾ പഠിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വീനെക്ക് ഇതായതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നെക്കിൻ്റെ ഈ പകുതി ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മറച്ചിട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, വീണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം വേണം നമ്മളിതൊന്ന് കറക്റ്റ് ലെവലിൽ അടിക്കാനായിട്ട്. അപ്പം നമ്മൾ സ്റ്റിച്ചിങ് നമ്മൾ തന്നെ പെർഫെക്റ്റായിട്ട് തയ്ച്ച് കഴിഞ്ഞാൽ വീട്ടമ്മമാർക്കാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇതുകൊണ്ടുള്ളൊരു വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഒരു ടോപ്പെങ്കിലും
ഒരു ദിവസം തയ്ച്ചു കൊടുത്താൽ മാത്രം മതി. നമുക്ക് അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് തന്നെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പുറത്തേക്ക് തയ്ച്ചു കൊടുത്തില്ലെങ്കിലും നമ്മളെ ഡ്രസ്സ് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ തന്നെ നമുക്ക് അത്രയും പൈസ സേവ് ചെയ്യാം. കാരണം ഒരു മെഷീൻ മേടിച്ചിട്ടാൽ നമുക്ക് അതുകൊണ്ട് എന്തായാലും ഗുണം ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മളിതുപോലെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യുന്ന വരെ ഒന്ന് കട്ട് ചെയ്യരുത്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളത് എന്ത് ചെയ്യണം, മടക്കി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആകാൻ വേണ്ടിയിട്ടാണ്, കറക്റ്റ് ഇങ്ങനെ വരാനൊക്കെ വേണ്ടി. അങ്ങനെ അതിന് ശേഷം നമ്മൾ ഷോൾഡറും കൂടെ ഒന്ന് ഇടിയാട്ടോ നമുക്ക്. അപ്പോൾ രണ്ട് ഭാഗവും നമ്മളിങ്ങനെ കൂട്ടി വെച്ചിട്ട്, അതായത് നല്ലപ്പുറം ഉള്ളി വരുന്ന രീതിയിൽ പൊട്ടപ്പുറത്തിട്ടാണ് നമ്മൾ അടിക്കുന്നത്. ഇതുപോലെ ഷോൾഡർ 2 തവണ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് ശേഷം വേണം നമ്മൾ കൈ വെക്കാനായിട്ട്. പിന്നീട് നമ്മൾ ഷേപ്പ് അടിക്കണം, സ്ലിറ്റ് അടിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഷോൾഡർ അടിക്കുക കേട്ടോ. കഴുത്തടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോൾഡർ അടിക്കുക, രണ്ടും കൂടെ കൂട്ടി വെച്ചിട്ട് ഇതുപോലെ 2 സൈഡും അടിക്കുക. അപ്പം നമ്മൾ ടോപ്പ് എടുത്താലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. സ്ലിറ്റ് ടോപ്പ് മാത്രമല്ല, എന്ത് ടോപ്പ് എടുത്താലും നമ്മൾ ആദ്യം തന്നെ കഴുത്തടിച്ചതിന് ശേഷം ഇതുപോലെ ഷോൾഡർ അടിക്കുക, കൂട്ടി വെച്ചിട്ട് ഷോൾഡർ അടിക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഷോൾഡർ അടിച്ചതിന് ശേഷം ഷോൾഡർ അടിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഒരേ ലെവലിൽ തന്നെ നമ്മൾ തുണി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇങ്ങോട്ടൊന്ന് കയറി ഇറങ്ങാണ്ട് ഒരേ ലെവലിൽ തുണി വെച്ചിട്ട് വേണം നമ്മൾ അടിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. തയ്ച്ച് നമുക്ക് തന്നെ മനസ്സിലാവും. നമ്മൾ ആദ്യം ഒരു ഡ്രസ്സ് തയ്ച്ചിടുമ്പോൾ നമുക്കതിൻ്റെ അപാകതകളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇടുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ലെവൽ ചെയ്ത് ശരിയാക്കണം. അപ്പോൾ അതിന് തന്നെ ഷോൾഡർ ഇതായതും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി കൈ വെട്ടിയത് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങളിതിന് മുമ്പത്തെ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഷോൾഡറൊക്കെ അടിക്കുമ്പോൾ ഒരു 2 അടിയെങ്കിലും അടിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് പൊട്ടിയാലും നമുക്ക് 2 എണ്ണം ഉള്ളതാണ് നല്ല ഇതിന് തന്നെ ഇരുന്നോളും. ഒരു സ്റ്റിച്ചിങ്ങൊക്കെ ആണെന്ന് വെച്ചാൽ പെട്ടെന്ന് അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് പണിയാണ് വീണ്ടും അടിക്കാനൊക്കെ. പിന്നെ അടിക്കുമ്പോൾ ഏറ്റവും അവസാനം നമുക്ക് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്തും കൂടെ ഇടണം, പെട്ടെന്ന് നൂല് അഴിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ കൈയാണ് വെക്കുന്നത്. ഇപ്പോൾ കൈയിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ ഷോൾഡർ അടിച്ചല്ലോ, ആ ഭാഗത്ത് സെൻറ്റർ പോർഷൻ വെച്ചിട്ട് നമ്മൾ താഴോട്ട് ആദ്യം അടിക്കുക. അതിന് ശേഷം നമുക്ക് പകുതിയായിട്ടാണ് നമ്മൾ അടിക്കുക. അപ്പോൾ കൈയിൻ്റെ ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് സെൻറ്ററിൽ നിന്നാണ് തുടങ്ങേണ്ടത് നമ്മൾ കേട്ടോ. അപ്പോൾ നമ്മൾ വീനക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് തുടങ്ങിയില്ലേ, അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് വീഡിയോസ്. കൈ എങ്ങനെയാണ് വെട്ടുക, അതുപോലെ തന്നെ കൈ സ്റ്റിച്ചിങ്ങൊക്കെ സ്ലിറ്റിൻ്റെ ചുരിദാറൊക്കെ നമ്മൾ ഇട്ടപ്പോൾ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതുപോലെ തയ്ച്ചെടുക്കാം കേട്ടോ. പിന്നെ കൈ നമുക്ക് സിമ്പിളായിട്ട് വെട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെട്ടാം. പിന്നെ ഇപ്പോഴത്തെ മോഡലായിട്ട് ഇങ്ങനത്തെ അത്യാവശ്യം വളച്ച് വെട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും വെട്ടാം. അപ്പോൾ ആദ്യമായിട്ട് വെട്ടുന്നവരൊക്കെ എങ്ങനെ വെട്ടിയാൽ കുഴപ്പമില്ല. എങ്കിലും നമുക്ക് ഏതാണോ യൂസ്ഫുള്ളായിട്ട് തോന്നുന്നത്, കംഫർട്ടബിളായിട്ട് വെട്ടാൻ പറ്റുന്നത്, ആ രീതിയിൽ വെട്ടാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ 2 കൈയും സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഒരു കൈ മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. സെയിം ആയിട്ട് തന്നെയാണ് നമ്മൾ 2 കൈയും എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം കൈയിൻ്റെ ഏറ്റവും നമ്മൾ എന്ത് ചെയ്യണം, മടക്കി അടിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ടോപ്പിൻ്റെ അടി മടക്കി അടിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ കൈ രണ്ടും വെച്ചതിന് ശേഷം വേണം നമ്മൾ ഷേപ്പ് അടിക്കാനായിട്ട്. ഷേപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ, കറക്റ്റ് ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാകമുള്ളൊരു ചുരിദാർ എടുക്കുക. അതിന് ശേഷം ഈ ചുരിദാർ മറിച്ചിട്ടിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ മേലിങ്ങനെ വെക്കുക. എന്നിട്ട് നമുക്ക് കറക്റ്റ് അളവ് എന്ത് ചെയ്യുക, ഒരു ചോക്ക് ഉപയോഗിച്ച് അടയാളപ്പെടുത്താം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, കറക്റ്റ് അളവ് കിട്ടും. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അടയാളപ്പെടുത്തിയത് വെച്ചിട്ട് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടും. അപ്പോൾ നമ്മൾ ഏകദേശം വെച്ച് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ലൂസൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ കൈ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ 2 കൈയും വെക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് കൂട്ടിയടിക്കണം. പിന്നെ ഇതിൻ്റെ അറ്റം മടക്കി അടിക്കണം കേട്ടോ. കൈയിൻ്റെ ഏറ്റവും അറ്റം നമ്മൾ മടക്കി അടിക്കണം. കണ്ടോ കൈ റെഡി ആയത്, കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചുരിദാർ ടോപ്പിൻ്റെ ഏറ്റവും അടി ഇതുപോലെ ഒരു 2 മടക്ക് മടക്കി എന്ത് ചെയ്യുക, അതും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഏറ്റവും അറ്റത്ത് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുക, നമ്മളൊന്ന് ലോക്ക് ചെയ്തിട്ട് തുടങ്ങാം കേട്ടോ. അതായത് നൂല് അഴിഞ്ഞ് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ലോക്ക് ചെയ്തിട്ട് വേണം നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി പറഞ്ഞുതരാം.
ഇനി നമ്മൾ ചെയ്യേണ്ടത് കയ്യുമ്മന്ന് തന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഏകദേശം ഒരു ഷേപ്പ് ഇതുപോലെ വരയ്ക്കുക നമ്മൾ ടോപ്പിൻ്റെ മേലെ ഇട്ടിട്ട്. അതിന് ശേഷം നമ്മൾ ഷേപ്പ് അടിച്ചു കൊടുക്കുക. കയ്യിൻ്റെ അവിടെ നിന്ന് തുടങ്ങുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ അളവ് എന്ത് ചെയ്യുക, നമ്മളിതുപോലെ രേഖപ്പെടുത്തി അടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊരു ഏകദേശം വെച്ച് അടിക്കുമ്പോൾ എന്താ, നമുക്ക് കുറേ പ്രാവശ്യം ഷേപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ കൈക്കുഴിയിൽ അവിടെ എത്തുമ്പോൾ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഒന്ന് വളച്ച് കൊടുക്കണം കേട്ടോ. ഒരേ ലെവലിൽ ഇങ്ങോട്ട് പോകരുത്. ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊക്കി ഇങ്ങോട്ട് തിരിച്ചെന്ത് ചെയ്യുക, ആ ഷേപ്പിനനുസരിച്ച് തന്നെ നമ്മൾ അടിച്ച് പോകണം കേട്ടോ. അപ്പോൾ തുണി നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ സൂചിയൊക്കെ ഒന്ന് പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ തുണിയും അതുപോലെ തന്നെ ലൈനിങ്ങൊക്കെ ഇങ്ങനെ നീങ്ങാണ്ടിരുന്നോളും. അതിന് ശേഷം നമുക്ക് ആ ഷേപ്പിൻ്റെ നമ്മൾ വരച്ചേമ്മ കൂടെ തന്നെ ആ ഷേപ്പ് അടിച്ച് കൊടുക്കാം. നമ്മൾ പറഞ്ഞല്ലോ സ്ലിറ്റ് തുടങ്ങുന്നത് ഒരു 13 ആ ഒരു ഇതിലായിരിക്കും. അപ്പോൾ അവിടം വരെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് വേണം എന്ത് ചെയ്യുക, അവിടം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ഷേപ്പ് അടിച്ചതിന് ശേഷം ഇട്ട് നോക്കാം, നിങ്ങൾക്ക് സ്ലിറ്റ് എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഡൗട്ടുള്ളവർ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പോയിൻറ്റിലൊന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് സ്ലിറ്റ് എന്ത് ചെയ്യുക, നമ്മൾ തയ്ച്ച് തുടങ്ങാം. അപ്പോൾ നമ്മൾ സ്ലിറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അഴിക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഇട്ട് നോക്കിയിട്ടൊക്കെ നമുക്ക് സ്ലിറ്റ് എത്രയും തുടങ്ങി മതിയോ എന്നൊക്കെ ഒന്ന് ഉറപ്പാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്ലിറ്റ് അടിക്കുക. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് അളവുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് തയ്ച്ചു തുടങ്ങാം. അപ്പോൾ അതാ ഈ കാണിച്ച ആ അറ്റം വരെയാണ് കേട്ടോ നമ്മൾ അടിക്കേണ്ടത്. അപ്പോൾ രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ തന്നെയാണ് ഷേപ്പ് വരച്ചിട്ട് എന്ത് ചെയ്യുക, തയ്ക്കേണ്ടത്. അപ്പോൾ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ലൈനിങ്ങും തുണികളും അടിയിൽ തുണികളൊക്കെ എന്താ അവിടേക്കും ഇവിടേക്കൊക്കെ ഒന്ന് കയറി ഇറങ്ങാതെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒരേ ലെവലിൽ വേണം. ഇന്ന് അഥവാ എവിടെയെങ്കിലും ലൂസായി കഴിഞ്ഞാൽ തയ്ക്കുമ്പോൾ എന്താ അതിൻ്റേതായിട്ടുള്ള അപാകതകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കറക്റ്റ് തന്നെ പിടിച്ച് വേണം തുന്നാനായിട്ട്. കുറച്ചിങ്ങോട്ട് കയറി വലിഞ്ഞൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഭംഗി കുറവുണ്ടാവും. അപ്പോൾ ഈ ഒരു പോയിൻ്റ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ. അതിന് ശേഷം നമ്മൾ സ്ലിറ്റാണ് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ താഴെ നിന്നാണ് അടിച്ച് തുടങ്ങുന്നത്. ഇതുപോലെ മടക്കിയിട്ട് എന്ത് ചെയ്യുക, സ്ലിറ്റ് നമ്മൾ അടിച്ച് തുടങ്ങാം. അവിടെ നിന്നൊന്ന് ലോക്ക് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് പോയിൻ്റ് നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അവിടം വരെ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇനി ആ അറ്റം വരെ എത്തിയിട്ട് നമുക്ക് ബാക്കി പറയാം. ഇനി സെൻറ്റർ ഭാഗത്തുമ്പോൾ കണ്ട് ഇതുപോലെ നമ്മളിങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് നല്ല ടൈറ്റിൽ തന്നെ അടിച്ച് വരാം. പിന്നെ നമ്മൾ ലൈനിങ് സ്ലിറ്റ് ചുരിദാറിന് എടുക്കുമ്പോൾ
ലൈനിങ് നമ്മൾ ടോപ്പിനെടുത്ത ലെങ്ത്തിനേക്കാളും കുറച്ച് കുറവ് വേണം കേട്ടോ നമ്മൾ ലൈനിങ് എടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കും. അപ്പോൾ അത് കാരണം കുറച്ച് കുറവ് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇവിടം വരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് അപ്പുറത്തെ ഭാഗവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വരാം. അതിന് ശേഷം വേണം നമ്മൾ ഈ ആ ഒരു സെൻറ്റർ വശം നമ്മൾ കൂട്ടിയടിക്കാനായിട്ട്. അപ്പോൾ അപ്പുറത്തെ വശം ഇതുപോലെ തന്നെ മടക്കി അടിക്കുക കേട്ടോ. ഇതായി സെൻറ്റർ ഭാഗത്തുമ്പോൾ ഇങ്ങോട്ടൊന്ന് വളച്ച് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ലിറ്റ് അടി കഴിഞ്ഞു കേട്ടോ. ഇതുപോലെ തന്നെയാണ് നമ്മൾ അപ്പുറത്തെ സൈഡ് എന്താണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് അടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാം. നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് തയ്ച്ചെടുക്കാം. അത്യാവശ്യം ഒന്ന് തയ്ക്കാനായിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പ് അടിക്കുന്നത് യൂസ്ഫുള്ളായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എല്ലാ ഭാഗവും ഞാൻ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ എല്ലാവരും. അപ്പോൾ അതുപോലെ തന്നെ മുമ്പത്തെ വീഡിയോ കാണുന്നത് കട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്.